മാർക്കറ്റ് വാച്ചിലേക്ക് സ്വാഗതം. ഓഹരി വിപണിയെക്കുറിച്ച് ഓഹരി നിക്ഷേപകർക്കുള്ള സംശയങ്ങൾക്ക് മാർക്കറ്റ് വാച്ച് മറുപടി നൽകുന്നു. ലാസ്റ്റ് വീക്ക് മേജർ ഹോട്ട് ന്യൂസ് ഒന്ന് ഇൻഫോസിസിൻ്റെ റിസൾട്ടും അതുപോലെ IIP ഡാറ്റയുമായിരുന്നു. ഇതിൽ ഇൻഫോസിസിൻ്റെ റിസൾട്ട് 2316 crore നെറ്റ് പ്രോഫിറ്റ് പോസ്റ്റ് ചെയ്ത് ലാസ്റ്റ് ഇയറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 27% ബെറ്റർ ആയിരുന്നു. എന്നാൽ ലാസ്റ്റ് ക്വാർട്ടറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 2.4% മൈനസ് ആയിരുന്നു. റിസൾട്ട് ഒരു ഇൻലൈൻ വിത്ത് എക്സ്പെക്റ്റേഷൻ ആയിരുന്നു. മാർക്കറ്റിൽ വളരെ നല്ല പ്രതീക്ഷയുണ്ടായിരുന്നു ഇൻഫോസിസിൻ്റെ റിസൾട്ടിനെ കുറിച്ച്. എന്നാൽ ആ പ്രതീക്ഷയ്ക്ക് ഉയരാൻ ഇൻഫോസിസിൻ്റെ റിസൾട്ടിന് കഴിഞ്ഞില്ല. അതിൻ്റെ റിഫ്ലക്ഷൻ നമ്മൾ സ്റ്റോക്കിൽ കണ്ടു. ഫ്രൈഡേ 12% ഇൻഫോസിസ് ഡൗൺ സൈഡിലേക്ക് പോകുന്നതാണ് നമ്മൾ കണ്ടത്. ഇപ്പോഴത്തെ രീതിയിൽ ഇൻഫോസിസിൻ്റെ വാല്യുവേഷൻ ഒരു ഫെയർ വാല്യൂവിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. 2400 ലെവലിലാണ് ഇൻഫോസിസ് ട്രേഡിംഗ് നടക്കുന്നത്. രണ്ടാമതായി മേജർ ന്യൂസ് ഇന്ത്യൻ എക്കോണമിയിൽ നിന്ന് വന്നത് IIP തന്നെയായിരുന്നു. 6.9 പ്രതീക്ഷിച്ച സ്ഥാനത്ത് 4.1 അച്ചീവ് ചെയ്യാൻ പറ്റിയത്. അതുപോലെ ജനുവരിയിൽ 6.7 1.1 റിവൈസ് ചെയ്തു. എന്നാൽ ഇത് മാർക്കറ്റ് പോസിറ്റീവായിട്ട് കണ്ടു. കാരണം ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് കുറയുന്നത് വീണ്ടും ഒരു റേറ്റ് കട്ട് വരാനുള്ള പോസിബിലിറ്റിയെക്കുറിച്ചായിരുന്നു മാർക്കറ്റ് ഡിസ്കസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ ഒരു നെഗറ്റീവ് IIP മാർക്കറ്റിൽ അത്രത്തോളം റിഫ്ലക്റ്റ് ചെയ്തില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാകാനായിട്ട്. അതുപോലെ തന്നെ മേജർ ഗ്ലോബൽ ഇക്കണോമിക് ന്യൂസുകളും നെഗറ്റീവ് തന്നെയായിരുന്നു. ഫ്രൈഡേ യൂറോപ്പിൽ നിന്ന് വന്ന സ്പെയിനിൽ നിന്ന് വന്ന ന്യൂസുകളൊക്കെ തന്നെ വളരെ മോശമായിരുന്നു. അതിൽ ചൈനയിൽ നിന്ന് വന്ന ന്യൂസുകൾ മോശം. അപ്പോൾ ഓവറോൾ മാർക്കറ്റ് ഒരു നെഗറ്റീവ് സോണിലേക്ക് മൂവ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. അതുപോലെ തന്നെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 900 crore സെല്ലിംഗ് ആയിരുന്നു. അതുപോലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും സെല്ലിംഗ് സൈഡിലായിരുന്നു. അപ്പോൾ ഓവറോൾ മാർക്കറ്റ് ഒരു നെഗറ്റീവ് സോണിലേക്ക് മൂവ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. വീണ്ടും ലാസ്റ്റ് വീക്ക് 5200 ലെവൽ മാർക്കറ്റ് ഒരു സപ്പോർട്ട് സോണായിട്ട് ഹോൾഡ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. വീണ്ടും ഒരു ഹയർ ലെവലിലേക്ക് മൂവ് ചെയ്യുന്നുണ്ടെങ്കിലും അപ്പർ സൈഡിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള പോസിറ്റീവായിട്ടുള്ള ന്യൂസുകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. നമ്മൾക്കറിയാം ലാസ്റ്റ് തേർഡ് ക്വാർട്ടർ റിസൾട്ടിന് ശേഷമായിരുന്നു വളരെ ഒരു ശക്തമായിട്ടുള്ള ഒരു പുൾ ബാക്ക് ഉണ്ടായത്. അതിൻ്റെ പ്രധാന റീസൺ FISൻ്റെ ബൈയിങ് ആയിരുന്നു. അതിനുള്ള കാരണവും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ക്വാർട്ടർ റിസൾട്ട് തന്നെയായിരുന്നു. ആ റിസൾട്ടിന് ശേഷമായിരുന്നു FISൻ്റെ വലിയൊരു പാർട്ടിസിപ്പേഷൻ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നത്. എന്നാൽ വീണ്ടും ഇനി മാർക്കറ്റ് ഏത് ലെവലിലേക്ക് മൂവ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന ഈ റിസൾട്ടുകൾ തന്നെയായിരിക്കും. നെക്സ്റ്റ് വീക്ക് HCL ടെക്, റിലയൻസ് ഇൻഡസ്ട്രീസ് പോലെയുള്ള ഇൻഡസ്ഇൻഡ് ബാങ്ക് പോലെയുള്ള മേജർ കമ്പനികളുടെ റിസൾട്ട് വരുന്നു. ഞാൻ ലാസ്റ്റ് വീക്ക് പറഞ്ഞു ഒരു സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. ഓരോ ന്യൂസിനനുസരിച്ച് മാർക്കറ്റിൽ സ്റ്റോക്ക് സ്പെസിഫിക് അപ്സ് ആൻഡ് ഡൗൺസ് നമുക്ക് മാർക്കറ്റിൽ പ്രതീക്ഷിക്കാം. അപ്പോൾ ഇൻഫോസിസ് അതിനൊരു ഉദാഹരണം മാത്രമാണ്. 12% ഇൻഫോസിസിൻ്റെ റിസൾട്ട് ഡൗൺ സൈഡിലേക്ക് പോകുന്നതാണ് നമ്മൾ കണ്ടത്. ടെക്നിക്കലി മാർക്കറ്റിനെ നമ്മൾക്കൊന്ന് അനലൈസ് ചെയ്യാം. ഒരു റിസൾട്ട് സീസണാണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ വളരെയധികം വോളറ്റിലിറ്റി നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൂടാതെ 17th RBIയുടെ മീറ്റിംഗ് ഉണ്ട്. മാർക്കറ്റിൽ ഒരു റേറ്റ് കട്ട് RBI കൊണ്ടുവരികയാണെങ്കിൽ മാർക്കറ്റ് ഒരു പോസിറ്റീവ് സോണിലേക്ക് മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഫ്രൈഡേ ഒരു റൂമർ ഉണ്ടായിരുന്നു മാർക്കറ്റിൽ റേറ്റ് കട്ടിനുള്ള സാധ്യത കുറവാണ്. അതുതന്നെയാണ് വീണ്ടും മാർക്കറ്റ് ഒരു ലോവർ ലെവലിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടത്. ഇപ്പോൾ നെക്സ്റ്റ് വീക്ക് മേജറായിട്ടുള്ള റിസൾട്ടുകൾ റിലയൻസ്, കെയ്ൻ ഇന്ത്യ, ഇൻഡസ്ഇൻഡ് ബാങ്ക്, ACC പോലെയുള്ള HCL ടെക് പോലെയുള്ള മേജർ കമ്പനികളുടെ റിസൾട്ട് വരുന്നു. അതുപോലെ 17th RBIയുടെ പോളിസി വരുന്നു. ഇതായിരിക്കും മാർക്കറ്റ് ഏത് ലെവലിലേക്ക് മൂവ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത്. ഇവിടെ മാർക്കറ്റ് ടെക്നിക്കലി ഒരു സപ്പോർട്ട് സോണിലാണ് ഇപ്പോഴും മൂവ് ചെയ്യുന്നത്. ബിലോ 5200 ഒരു ഫെയർ വാല്യൂ ഏരിയ ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. എന്നാൽ ഈ റിസൾട്ട് മോശമാവുകയാണെങ്കിൽ മാർക്കറ്റ് കുറച്ചുകൂടെ ലോവർ ലെവലിലേക്ക് വരാം. ഒരു മേജർ സപ്പോർട്ട് സോൺ 5050 to 5000 ലെവൽ തന്നെയാണ്. അതൊരു ഫസ്റ്റ് എൻട്രി ലെവലായിട്ട് തന്നെ നിക്ഷേപകർ പരിഗണിക്കുന്നതായിരിക്കും നല്ലത്. കാരണം കഴിഞ്ഞ 1 മന്തായിട്ട് സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് 5050 to 5200 എന്ന് പറയുന്ന സപ്പോർട്ട് സോണാണ്. പലപ്പോഴും നമ്മൾക്കറിയാം നിഫ്റ്റി ആ ഒരു ലോവർ ലെവലിലേക്ക് വന്നതിന് ശേഷം വീണ്ടും ഹയർ ലെവലിലേക്ക് മൂവ് ചെയ്യുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഒരു മേജർ സപ്പോർട്ട് സോണായിട്ട് ഈ 5200 ലെവൽ ഹോൾഡ് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ വീണ്ടും 5200 ബിലോ മാർക്കറ്റ് ക്ലോസിംഗ് രേഖപ്പെടുത്തി. അപ്പോൾ നമുക്ക് മേജർ സപ്പോർട്ട് സോണായിട്ട് പരിഗണിക്കാവുന്ന 5050 തന്നെയാണ്. അതൊരു എൻട്രി ലെവലായിട്ട് തന്നെ പരിഗണിക്കാം. പ്രധാനമായിട്ടും RBIയുടെ മീറ്റിംഗ്, അതിൻ്റെ റിസൾട്ട്, അതുപോലെ തന്നെ വരാനിരിക്കുന്ന നെക്സ്റ്റ് വീക്ക് വരുന്ന റിസൾട്ടുകൾ മാർക്കറ്റ് ഏത് ലെവലിലേക്ക് മൂവ് ചെയ്യണം എന്ന് തീരുമാനിക്കും. അപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള അനൗൺസ്മെൻറ്റുകൾ RBIയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും വളരെ നല്ല റിസൾട്ടുകൾ അനൗൺസ് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് ഹയർ ലെവലിലേക്ക് പോകാം. അങ്ങനെ പോവുകയാണെങ്കിൽ വീണ്ടും 5400 എന്ന് പറയുന്ന ഒരു മേജർ റെസിസ്റ്റൻസ് ഏരിയയാണ്. 5400 to 5500 എന്ന് പറയുന്നത് ഒരു മേജർ റെസിസ്റ്റൻസ് ഏരിയയാണ്. 5000 to 5050 എന്ന് പറയുന്ന മേജർ സപ്പോർട്ട് സോണായിട്ടും ഹോൾഡ് ചെയ്യുന്നു.
നിഫ്റ്റിയുടെ ടെക്നിക്കൽ മൂവ്മെൻറ്റിൽ ലാസ്റ്റ് തേർഡ് ക്വാർട്ടറിന് ശേഷം നമ്മൾക്ക് ഈ നിഫ്റ്റി ചാർട്ട് കാണുമ്പോൾ മനസ്സിലാവും വളരെ ഷാർപ്പായുള്ള റാലി വന്നിരുന്നു. 5629 ലെവൽ വരെ മാർക്കറ്റ് ആ ഒരു പോസിറ്റീവ് മെയിൻലി FI ഡ്രിവൺ ഒരു മാർക്കറ്റായിരുന്നു. അതിൻ്റെ FISൻ്റെ ഫണ്ട് ഫ്ലോയ്ക്ക് പ്രധാന റീസൺ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ക്വാർട്ടർ റിസൾട്ട് തന്നെയായിരുന്നു. അപ്പോൾ തേർഡ് ക്വാർട്ടർ റിസൾട്ട് വളരെ പോസിറ്റീവായി, അതുകൊണ്ട് തന്നെ FIS ഇന്ത്യൻ മാർക്കറ്റിൽ വളരെ ആക്റ്റീവായി. അതിൻ്റെ റിഫ്ലക്ഷനാണ് നമ്മൾ ഈ ചാർട്ട് വളരെയധികം ഹയർ ലെവലിലേക്ക് വളരെ ശക്തമായിട്ടുള്ളൊരു പുൾ ബാക്ക് ലഭിച്ചത്. വീണ്ടും മാർക്കറ്റിൽ കറക്ഷൻ സംഭവിക്കുന്നു. ആ സമയത്ത് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ലെവലാണെന്ന് മാർക്കറ്റ് വാച്ച് പറയുന്നത് കൊണ്ടായിരുന്നു. അതുപോലെ 5200 ലെവൽ ഒരു എൻട്രി പോയിൻ്റ് ആയിട്ടും പലപ്പോഴും പറയുന്നു. അപ്പോൾ വീണ്ടും മാർക്കറ്റ് 5171 ലെവൽ വന്നതിന് ശേഷം ഷാർപ്പായിട്ടുള്ള ഒരു പുൾ ബാക്ക് ലഭിച്ചു. വീണ്ടും 5500 ലെവലിലേക്ക് വരുന്നു. അവിടെയും 5500 ലെവൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ലെവലാണെന്നുള്ള അഡ്വൈസ് മാർക്കറ്റ് വെച്ച് തന്നിരുന്നു. വീണ്ടും ആ ഒരു ലെവലിൽ നിന്ന് വീണ്ടും കറക്ഷൻ സംഭവിച്ചിട്ടുണ്ട്. 5135 ലെവലിലേക്ക് വരികയും അവിടെ നിന്ന് വീണ്ടും ഷാർപ്പായിട്ടുള്ളൊരു പുൾ ബാക്ക് ലഭിച്ച് വീണ്ടും 5378 എന്ന് പറയുന്ന ലാസ്റ്റ് വീക്ക് വന്ന ഒരു ലെവൽ വന്നു. വീണ്ടും മാർക്കറ്റ് ബിലോ 5200 ലെവലിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ടെക്നിക്കലി മാർക്കറ്റിൽ ഓരോ സപ്പോർട്ട് സോൺ നോക്കി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന നിക്ഷേപകരെ സംബന്ധിച്ച് പ്രോഫിറ്റ് കിട്ടാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ ലെവലുകൾ നോക്കി മാത്രം ഇൻവെസ്റ്റേഴ്സ് ട്രേഡിംഗ് നടത്തുന്നതായിരിക്കും നല്ലത്. നെക്സ്റ്റ് വീക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഘടകങ്ങളെല്ലാം തന്നെ മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാം. അപ്പോൾ ആ 5000 to 5050 എന്ന് പറയുന്ന ലെവൽ വളരെ ക്ലോസ് ആയി വാച്ച് ചെയ്യുക. ആ ഒരു ലെവലിൽ നിന്ന് വീണ്ടും മാർക്കറ്റിൽ ഒരു ബൗൺസ് ബാക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. അത് മാർക്കറ്റിന് 5400 ലെവൽ വരെ കൊണ്ടുപോകാം. എന്നാൽ ഈ ഏത് ലെവലിലേക്ക് മൂവ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന RBIയുടെ പോളിസി തന്നെ ആയിരിക്കാം. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. ഓഹരി നിക്ഷേപകരുടെ ഇമെയിൽ പരിശോധിക്കാം. ഇതിലാദ്യമായി വൈശാഖ് എറണാകുളത്ത് നിന്നും ഇമെയിൽ അയച്ചിരിക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ ക്വസ്റ്റ്യൻ, അദ്ദേഹം ഒരു ഷോർട്ട് ടൈം ട്രേഡറാണ്. മാർക്കറ്റ് വാച്ച് പലപ്പോഴും സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് പറയുന്നു. ഇതൊരു കോമൺ ഇൻവെസ്റ്റർ എങ്ങനെ മനസ്സിലാക്കണം, ഇത് വർക്കൗട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ടെക്നിക്കൽ മൂവ്മെൻറ്റ് വർക്കൗട്ട് ചെയ്യുന്നുണ്ടോ, ഇത് നല്ല എഫക്റ്റീവ് ആണോ എന്ന് അറിയണമെങ്കിൽ നമ്മളത് വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യണം. ഓരോ സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ് വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യണം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഈ ചാർട്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചാർട്ട് ഒന്ന് നമുക്ക് പരിശോധിക്കാം. മാർക്കറ്റ് വാച്ചിൻ്റെ തന്നെ ഒരു റെക്കമെൻഡേഷൻ ആയിരുന്നു 1580 എന്ന് പറയുന്ന ലെവൽ ഒരു സ്ട്രോങ് ബൈ റെക്കമെൻഡേഷൻസ് കൊടുത്തിരുന്നു. ദെൻ വളരെ ശക്തമായിട്ടുള്ളൊരു പുൾ ബാക്ക് FIS ഒരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നടത്തി. വളരെ കഴിഞ്ഞ ഒരു 3 മാസം വളരെ ശക്തമായിട്ടുള്ളൊരു പുൾ ബാക്ക് തന്നെ ലഭിച്ചു. ദെൻ 2450 ലെവൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ലെവലാണെന്ന് പറഞ്ഞിരുന്നു. നമുക്കറിയാം ചാർട്ട് കാണുമ്പോൾ 2475 ലെവൽ വരെ മാത്രമേ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അപ്പർ സൈഡിലേക്ക് മൂവ് ചെയ്തുള്ളൂ. അതിനുശേഷം വീണ്ടും ലോവർ ലെവലിലേക്ക് നമ്മൾ വരുന്നതാണ് കണ്ടത്. ദെൻ 2100 ലെവൽ വന്നതിന് ശേഷം വീണ്ടും ശക്തമായിട്ട് ബൗൺസ് ബാക്ക് ലഭിച്ചു. ഈ ലോവർ ലെവലൊക്കെ തന്നെ മാർക്കറ്റ് വാച്ച് ബൈ റെക്കമെൻഡേഷൻസ് കൊടുത്തതാണ്. ദെൻ 2374 ലെവൽ വരെ വന്നു. വീണ്ടും ഡൗൺ സൈഡിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. 2047 ലെവൽ വരെ വന്നു. വീണ്ടും ഒരു പുൾ ബാക്ക് റീസെൻ്റ് ആയിട്ട് വന്നൊരു ലെവൽ ഒരു പുൾ ബാക്ക് ലഭിച്ചു. 2234 ലെവൽ ഹയർ ലെവലിൽ പോയി വീണ്ടും ഒരു ലോവർ ലെവലിലേക്ക് 2200 ബിലോ ലെവലിലേക്ക് മൂവ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ ഓരോ സപ്പോർട്ട് സോണിൽ ബൈയിങ് നടത്തുമ്പോൾ ആ ഒരു പുൾ ബാക്കിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ടെക്നിക്കൽ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. ICICI ബാങ്ക് 998 ലെവൽ വരെയാണ് റീസെൻ്റ് ആയിട്ടൊരു ഹയർ ലെവലിലേക്ക് മൂവ് ചെയ്ത്. അതിനുശേഷം വളരെ ഷാർപ്പായിട്ടുള്ളൊരു കറക്ഷൻ സംഭവിച്ചു. 843 ലെവൽ വരെ ലോവർ ലെവലിലേക്ക് വന്നു. 5200 ബിലോ മാർക്കറ്റ് പോയ സമയത്താണ് ഈ ICICI ബാങ്കിൽ ഈ ഒരു കറക്ഷൻ നേരിട്ട് നമുക്ക് ഈ ചാർട്ട് കാണുമ്പോൾ മനസ്സിലാവും. ദെൻ എഗെയിൻ 957 ലെവലിലേക്ക് മൂവ് ചെയ്യുന്നു. വീണ്ടും 847 ഒരു സപ്പോർട്ട് സോണായിട്ട് മൂവ് ചെയ്യുകയാണ്. ദെൻ വീണ്ടും 918 ലെവലിലേക്ക് മൂവ് ചെയ്തു. വീണ്ടും 851 ലെവലിലേക്ക് മൂവ് ചെയ്തു. അപ്പോൾ നമ്മൾക്ക് ചാർട്ട് കാണുമ്പോൾ ഓരോ സപ്പോർട്ട് സോണിൽ ബൈയിങ് നടത്തുന്ന നിക്ഷേപകരെ സംബന്ധിച്ച് ഒരു 5 to 6% പുൾ ബാക്ക് റാലിയിൽ എക്സിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതൊക്കെ ഷോർട്ട് പീരീഡിലാണ്, വിതിൻ 1 മന്ത് വന്ന ഒരു മൂവ്മെൻറ്റാണിത്. അപ്പോൾ വളരെ ഷാർപ്പായിട്ടുള്ളൊരു സെൽ ഓഫ് വരുമ്പോൾ ആ ഒരു പുൾ ബാക്ക് റാലിയിൽ എക്സിറ്റ് ചെയ്ത് പോകാൻ പലപ്പോഴും സംഭവിക്കുന്നുണ്ട്. അതാണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് പലപ്പോഴും നമ്മൾ പറയുന്നത്, ഓരോ വീക്കിലി സപ്പോർട്ട് പറയുന്നത് കൊണ്ടാണ്. അപ്പോൾ സപ്പോർട്ട് സോൺ വളരെ ക്ലോസ് ആയി വാച്ച് ചെയ്യുക, അവിടെ സപ്പോർട്ട് ലഭിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ബൈയിങ് നടത്തുക, ആ റിലീഫ് റാലിയിൽ എക്സിറ്റ് ചെയ്ത് മാറുക എന്നുള്ള സ്ട്രാറ്റജിയാണ് നല്ലത്. ഈ ചാർട്ട് കാണുമ്പോൾ ICICI ബാങ്കിൻ്റെ ചാർട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും വളരെയധികം ഓപ്പർച്യൂണിറ്റി നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മളെപ്പോഴും ബൈയിങ് നടത്തുക 998 ലെവലിലായിരിക്കും. കാരണം എല്ലാ ന്യൂസുകളും പോസിറ്റീവായിട്ട് വരുമ്പോഴാണ് നോർമലി റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരിക. സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന എല്ലാ ന്യൂസുകളും പോസിറ്റീവായി ഇരിക്കുമ്പോൾ സെല്ലിംഗ് നടത്തുക, ഏറ്റവും മോശമായിട്ടുള്ള ന്യൂസുകൾ വരുമ്പോൾ ബൈയിങ് നടത്തുക എന്നുള്ളതാണ്. ലാർസൺ ആൻഡ് ടൂബ്രോ റെഗുലറായിട്ട് മാർക്കറ്റ് വാച്ച് കാണുന്ന നിക്ഷേപകർക്ക് മനസ്സിലാകും
പലപ്പോഴും L&T ബൈ റെക്കമെൻഡേഷൻസ് 1250-60 ലെവലിൽ പലപ്പോഴും ബൈ റെക്കമെൻഡേഷൻസ് കൊടുക്കുന്നു. 1400 ലെവൽ എക്സിറ്റ് ചെയ്യാനും പറയുന്നു. ഇപ്പോൾ റീസെൻ്റായിട്ട് 1531 ലെവൽ വരെയാണ് ആ ഹയർ ലെവലിലേക്ക് മൂവ് ചെയ്തത്. അതിനുശേഷമായിരുന്നു ഷാർപ്പായിട്ടുള്ളൊരു കറക്ഷൻ സംഭവിച്ചു 1210 ലെവൽ വരെ വന്നതിന് വീണ്ടും ഷാർപ്പായിട്ടുള്ള പുൾ ബാക്ക് ലഭിച്ചു 1400. ഈ 400 ലെവലാണ് മാർക്കറ്റ് വാച്ച് എക്സിറ്റ് പോയിൻ്റ് ആയിട്ട് പറഞ്ഞത്. ദെൻ 1274 അഗൈൻ 1367 വീണ്ടും 1266 ലെവലിൽ. അപ്പോൾ മാർക്കറ്റിൽ എപ്പോഴും ഓപ്പർച്യൂണിറ്റി നമുക്ക് ലഭിക്കുന്നുണ്ട്. മാർക്കറ്റ് വളരെ നെഗറ്റീവ് സോണിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഒരു ബൈയിങ് സൈഡിൽ നിൽക്കുക, ഈ പുൾ ബാക്ക് റാലിയിൽ നമ്മൾ എക്സിറ്റ് ചെയ്ത് മാറുക എന്നുള്ള സ്ട്രാറ്റജിയാണ് പലപ്പോഴും നല്ലത്. പല സ്റ്റോക്കുകളുടെ മൂവ്മെൻറ്റ് ഞാൻ എക്സാമ്പിളായിട്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ICICI ബാങ്ക്, L&T പലപ്പോഴും നമ്മൾ മാർക്കറ്റ് വാച്ചിൽ കൂടുതലായിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന ഫ്രണ്ട് റൺ സ്റ്റോക്കുകളാണ് ഇതൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആണ്. പലപ്പോഴും റീറ്റെയിൽ നിക്ഷേപകരെ സംബന്ധിച്ച് ഓരോ സപ്പോർട്ട് പറയുമ്പോഴും അതുപോലെ റെസിസ്റ്റൻസ് പറയുമ്പോഴും ഇത് വർക്കൗട്ട് ചെയ്യുമോ എന്നുള്ളൊരു സംശയമുണ്ടാകും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചാർട്ടിനെ ബേസ് ചെയ്തിട്ടുള്ള ഞാനൊരു ഡിസ്കഷൻ എടുത്തത്. ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും മാർക്കറ്റ് നിഫ്റ്റിയുടെ ലെവൽ 5135 ലെവലിൽ നിന്നും 5650 ലെവൽ അതൊരു മൂവിങ് റേഞ്ച് ആയിരുന്നു. 5200 to 5600 എന്ന് പറയുന്നത് നിഫ്റ്റിയുടെ ഒരു മൂവിങ് ലെവൽ. അപ്പോൾ 5600 എന്ന് പറയുന്നത് ഒരു സെല്ലിംഗ് പോയിൻറ്റും ബിലോ 5200 എന്ന് പറയുന്ന ഒരു എൻട്രി പോയിൻ്റ് ആയിട്ട് നമുക്ക് പരിഗണിക്കാവുന്നതാണ്. ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷൻ അനലൈസ് ചെയ്യുമ്പോൾ വീണ്ടും 5000 to 5050 എന്ന് പറയുന്ന ഒരു ബൈയിങ് ലെവലും 5400 to 5500 എന്ന് പറയുന്ന ഒരു എക്സിറ്റ് പോയിൻ്റ് ആയിട്ട് നമ്മൾ പരിഗണിക്കുന്നതായിരിക്കും നല്ലത്. ഈ ഒരു മാസം മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ ക്രൂഷ്യലാണ്. കാരണം ഒരു റിസൾട്ട് സീസണാണ്. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ ഓരോ റിസൾട്ടുകളും വളരെ നന്നായിട്ട് അനലൈസ് ചെയ്ത് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. അടുത്ത ഇമെയിൽ ഹസൻ ഒമാനിൽ നിന്നുമാണ്. അദ്ദേഹത്തിന് കുറച്ച് സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്യുന്നു. അതിൽ മേജർ ഹോൾഡിംഗ് GSPL ആണ്. ഇപ്പോഴത്തെ നിലയിൽ അതിൽ അദ്ദേഹത്തിൻ്റെ ബൈയിങ് ലെവൽ ലോവർ ലെവലിലാണ്. ഈ സ്റ്റോക്ക് ഇനിയും ഹോൾഡ് ചെയ്യാമോ, അടുത്ത് വീണ്ടും ഹയർ ലെവലിലേക്ക് മൂവ് ചെയ്യുമോ എന്നാണ് അദ്ദേഹത്തിൻ്റെ ക്വസ്റ്റ്യൻ. അതോടൊപ്പം തന്നെ കുറച്ച് ഫണ്ടമെൻ്റലി സൗണ്ടായിട്ടുള്ള സ്റ്റോക്ക് റെക്കമെൻഡേഷനും അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. ഇതിലാദ്യമായിട്ട് GSPL ഫണ്ടമെൻ്റലി വളരെ സൗണ്ടായിട്ടുള്ള സ്റ്റോക്കാണ്. എനർജി ട്രാൻസ്പോർട്ടേഷനിലൊക്കെയാണ് ഇവർ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. 64 and 56 ആണ് രണ്ട് മേജർ സപ്പോർട്ട്സ് ഓൺ. മാർക്കറ്റിൽ ഒരു ഷാർപ്പ് കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ ഈ ഒരു ലെവലിലേക്ക് വരാം. 78 ആണ് റീസെൻ്റായിട്ട് 79-60 വരെയാണ് വന്നത്. വീണ്ടും 78 ലെവൽ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ആണ് 88 and 80 രണ്ട് സപ്പോർട്ട് സോണാണ്. 106 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. RBIയുടെ പോളിസിക്ക് ശേഷം ബാങ്കിങ് സെക്ടറിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുന്നതായിരിക്കും നല്ലത്. അടുത്തായി കർണാടക ബാങ്കാണ് 90 and 84 രണ്ട് സപ്പോർട്ട് സോണാണ്. 106 തന്നെയാണ് ഈ സ്റ്റോക്കിൽ റെസിസ്റ്റൻസ്. ദെൻ യൂക്കോ ബാങ്കാണ് പ്രധാനമായിട്ടും ബാങ്കിങ് സെക്ടറിലാണ് കൂടുതലും ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ബാങ്കിങ് സെക്ടർ വളരെ പോസിറ്റീവായുള്ള ഒരു സെക്ടർ തന്നെയാണ്. 77 and 70 മാർക്കറ്റിൽ ഷാർപ്പ് ഒരു സെൽ ഓഫ് വരികയാണെങ്കിൽ 70 ലെവലിലേക്ക് യൂക്കോ ബാങ്ക് വരാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു ലെവൽ തീർച്ചയായിട്ടും ഒരു വാല്യൂ ബൈയിങ് ലെവൽ തന്നെയാണ്. 92 ആണ് സ്റ്റോക്കിൽ റെസിസ്റ്റൻസ്. ദെൻ SRF ആണ് 228 and 215 അതൊരു ലോസിലാണെന്ന് പറയുന്നത്. ഇപ്പോഴത്തെ നിലയിൽ ആ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. 215 ലെവലിലേക്ക് വരികയാണെങ്കിൽ വീണ്ടും ഈ സ്റ്റോക്ക് ആവറേജ് ചെയ്യാം. 256 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. ദെൻ സത്യം കമ്പ്യൂട്ടേഴ്സ് ആണ് 72 and 66 രണ്ട് സപ്പോർട്ട് സോണാണ്. 85 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ വോൾട്ടാസ് ആണ് 110 102 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 129 ഈ സ്റ്റോക്കിൽ റെസിസ്റ്റൻസ്. ഈ 100 ലെവൽ തീർച്ചയായിട്ടും ഒരു എൻട്രി പോയിൻ്റ് ആയിട്ട് ഇപ്പം നമുക്ക് പരിഗണിക്കാം. ദെൻ റിലയൻസ് പവർ ആണ്. റിലയൻസ് പവർ ഇപ്പോഴത്തെ നിലയിൽ കുറച്ചുകൂടി ഒരു ലോവർ ലെവലിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അടുത്തൊരു കറക്ഷന് ശേഷം മേജർ സപ്പോർട്ട് സോൺ 106 ലെവൽ ആ ഒരു ലെവൽ വരുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് പരിഗണിക്കാം. 125 സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. അതുപോലെ തന്നെ അദ്ദേഹം കുറച്ച് സ്റ്റോക്ക് റെക്കമെൻഡേഷൻസ് ചോദിച്ചിട്ടുണ്ട്. അതിൽ ആദ്യമായിട്ട് ബാങ്കിങ് സെക്ടർ തന്നെയാണ്. അതിൽ ആദ്യം IndusInd ബാങ്കാണ്. ഇപ്പോൾ റീസെൻ്റായിട്ടൊരു പുൾ ബാക്ക് ആ സ്റ്റോക്കിൽ ലഭിച്ചു. നെക്സ്റ്റ് വീക്ക് ഈ സ്റ്റോക്കിൻ്റെ റിസൾട്ട് വരുന്നു. ആ റിസൾട്ട് പോസിറ്റീവ് ആകാനാണ് സാധ്യത. എന്തു തന്നെയാണെങ്കിലും ആ റിസൾട്ടിന് ശേഷം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുന്നതായിരിക്കും നല്ലത്. 310 and 280 രണ്ട് സപ്പോർട്ട് ലെവലാണ്. റിസൾട്ട് മോശമാവുകയാണെങ്കിൽ 280 ലെവലിലേക്ക് ഇത് മൂവ് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. 280 ലെവൽ സേഫ് ആയിട്ടുള്ള ഒരു എൻട്രി ലെവൽ തന്നെയാണ്. 370 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഫണ്ടമെൻ്റലി വളരെ സൗണ്ടാണ്. ദെൻ V-Guard ആണ് 175 and 167 രണ്ട് സപ്പോർട്ട് സോണാണ്. 240 ആണ് സ്റ്റോക്കിൽ റെസിസ്റ്റൻസ്. ദെൻ ബാറ്റ ഇന്ത്യ 740 680 രണ്ട് സപ്പോർട്ട് സോണാണ്. 930 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. ദെൻ പിഡിലൈറ്റ് ആണ് 150 and 133 രണ്ട് സപ്പോർട്ട് സോൺ. 220 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ഹാവൽസ് ആണ്
545 ആൻഡ് 500 രണ്ട് സപ്പോർട്ട് സോണാണ്. 690 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. ദെൻ IRB ഇൻഫ്രയാണ്, ഓൾറെഡി ഞാൻ ഇതിനു മുമ്പ് മാർക്കറ്റ് വാച്ചിൽ റെക്കമെൻഡ് ചെയ്തതാണ്. 174 ആൻഡ് 155 സ്ട്രോങ് ബൈ റെക്കമെൻഡേഷൻസ്, ഫണ്ടമെൻ്റലി വളരെ സൗണ്ടാണ്. 249 ലെവലിലാണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. ഇതിൽ ഇൻഡസിൻഡ് ബാങ്ക്, വി-ഗാർഡ്, ബാറ്റ ഇന്ത്യ, പിഡിലൈറ്റ്, അതുപോലെ തന്നെ ഹാവൽസ്, IRB ഇൻഫ്ര ഇപ്പോഴത്തെ നിലയിൽ ഈ ഒരു ലെവൽ വരുമ്പോൾ മാർക്കറ്റിൽ അടുത്തൊരു കറക്ഷൻ സംഭവിച്ച് രണ്ട് സപ്പോർട്ട് സോൺ, ഈ ഒരു സപ്പോർട്ട് സോണിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുമ്പോൾ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് നിക്ഷേപത്തിന് പരിഗണിക്കാവുന്ന ഒരു നല്ല പോർട്ട്ഫോളിയോ ആണ്. നെക്സ്റ്റ് വീക്ക് മൺഡേ ഇൻഫ്ലേഷൻ, അതുപോലെ ചൊവ്വാഴ്ച RBIയുടെ പോളിസി. ഇതാണ് മേജർ ഇന്ത്യൻ എക്കോണമിയിൽ നിന്നുള്ള ന്യൂസ്. ഇത് വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുക. അതുപോലെ റിലയൻസ് പോലെയുള്ള, ഇൻഡസിൻഡ് ബാങ്ക് പോലെയുള്ള മേജർ കമ്പനികളുടെ റിസൾട്ട്. ദെൻ ഗ്ലോബൽ ഇക്കണോമിക് ന്യൂസുകൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്തതിന് ശേഷം മാത്രം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുക. ടെക്നിക്കലി മാർക്കറ്റ് 5050 to 5000 എന്ന് പറയുന്ന മേജർ സപ്പോർട്ട് സോണാണ്. 5400 to 5500 എന്ന് പറയുന്ന ഒരു റെസിസ്റ്റൻസ് സോണാണ്. മാർക്കറ്റ് ഏത് ലെവലിലേക്ക് മൂവ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് 17th വരുന്ന RBIയുടെ പോളിസി തന്നെയായിരിക്കാം. മാർക്കറ്റ് വാച്ചിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും അടുത്തയാഴ്ച. നമസ്കാരം.